എവിക്ഷൻ നടക്കുമായിരുന്നു. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വരാൻ പറയുന്നു. അക്ബറും എല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിൽ വന്ന് അക്ബറിനെയും ലക്ഷ്മിക്കുമായിട്ട് 2 കാറ് വരും. ആ കാറിൽ 2 പേരും കണ്ണ് മൂടി കെട്ടി ഇരിക്കാൻ പറയും. ക്യാപ്റ്റനാണ് അവരെ 2 പേരെയും കണ്ണ് കെട്ടിയിട്ട് കാറിൽ കൊണ്ടിരുത്തുന്നത്. എന്നിട്ട് ആ കാറ് 2 കാറും ഗേറ്റിന് പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് വീട്ടിലുള്ളവരെല്ലാവരും അവർക്ക് യാത്ര പറയുന്നു. അവരോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാവരും പ്രതീക്ഷ അക്ബർ വരുമെന്നായിരുന്നു. പക്ഷേ ലക്ഷ്മി അകത്ത് കാറിലിരുന്നുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറയുന്നു. ബായ് 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 പറയുന്നുണ്ടായിരുന്നു. അക്ബർ ആരോടും ബൈ എന്ന് പറഞ്ഞാൽ എല്ലാവരും കെട്ടിയൊക്കെ പിടിച്ച്. പക്ഷേ അക്ബർ വരുമെന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ലക്ഷ്മി കാറിലിരുന്ന് ബായ് വരാൻ പറഞ്ഞാൽ അല്ല വരണേ എന്ന് പറയുന്നു. അനിമോൾ പറയുന്നില്ല പോകില്ല വരും എന്ന്. അനിമോൾ കാറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നു. അനിമോളോട് ലക്ഷ്മി ഓക്കെ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയെ സാബുമോൻ കാറിൽ കയറ്റുവാണ്. അതേ കണക്ക് നിവിന അക്ബറിനെയും കാറിൽ കയറ്റുന്നു. അങ്ങനെ കാറ് 2ഉം ഗേറ്റിന് പുറത്തോട്ട് പോവുകയാണ്. എന്നിട്ട് വീട്ടിലുള്ളവരെല്ലാവരും അവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. കാരണം ആരായിരിക്കും വരുന്നത്, ആരായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രതീക്ഷ അക്ബർ വരുമെന്ന് തന്നെയായിരുന്നു. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അക്ബർ വരുമെന്ന്. അപ്പോൾ ആരാദ്യം കണ്ടാലും വിളിച്ച് പറയണേന്ന് അങ്ങോട്ട് പറയുകയാണ് എല്ലാവരും. ആദില പറയണം ആരാണ് കാറിലിരിക്കുന്നതെന്ന് വിളിച്ച് പറയണം ആര് കണ്ടാലും എന്ന് പറയുന്നത്. കാറ് വരുന്ന അക്ബർ ഇറങ്ങുന്ന നിവിനും ആര്യനും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അക്ബറിന് ഭയങ്കര സന്തോഷം. അക്ബർ ഇങ്ങനെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ മേലോട്ടൊക്കെ നോക്കുകയാണ്. അക്ബറെ അനീഷിനെ കെട്ടിപ്പിടിക്കുന്നത്, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് എല്ലാവരും ലിവിങ് റൂമിൽ വരാൻ പറയുന്നത്. ബിഗ് ബോസ് പറയുന്നത് കൺഗ്രാജുലേഷൻ അക്ബർ തിരിച്ചു വന്നതെന്ന് പറയുന്നത്. ലക്ഷ്മി ലാലേട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ലാലേട്ടൻ ലക്ഷ്മിയോട് സംസാരിക്കുന്നത്. ലക്ഷ്മി വീട്ടുകാരായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരാത്ത എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നത് നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നത്, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നാൽ ഇപ്പോൾ എനിക്ക് കരഞ്ഞിട്ട് വരേണ്ടി വരുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അങ്ങനെ ലക്ഷ്മിയുടെ എല്ലാ ബിഗ് ഹൗസിലുള്ള ദിവസങ്ങളിലുള്ളതെല്ലാം എടുത്ത് കാണിക്കുന്നത്. നല്ല നല്ല സീൻസ് ആയിരുന്നു ലക്ഷ്മിയുടെ കാണിച്ചതെല്ലാം. എന്നിട്ട് ലക്ഷ്മി അതൊക്കെ ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അനീഷിൻ്റെ നോമിനേഷനൊക്കെ ലക്ഷ്മി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ലാലേട്ടൻ്റെ മുമ്പിൽ. ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുന്നത് എന്തായാലും ഇവിടുന്ന് പോകുമല്ലേ, ലക്ഷ്മിക്ക് ഈ വീട്ടിനുള്ളിൽ ആര് വിന്നറാകുമെന്നാണ് തോന്നുന്നത്, ഇത്രയും ദിവസം നിന്നതിൽ വെച്ച് നിന്നിട്ട് ലക്ഷ്മി എടുത്ത് ചോദിക്കുന്നത്. ലക്ഷ്മി പറയുന്നത് ഞാൻ വരുമ്പോഴും എൻ്റെ ഫേവറേറ്റ് നിവിനായിരുന്നു, ഇപ്പോഴും അത് എനിക്ക് നിവിൻ തന്നെ. നിവിൻ നല്ലൊരു ഗെയിമറാണ്, കയറിയപ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം എനിക്ക് നിവിൻ തന്നെയാണെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ആൾക്ക് ഡിസിപ്ലിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആൾ നല്ല ഒരു ഗെയിമറാണെന്നാണ് പറയുന്നത്. ഫിസിക്കൽ ടാസ്ക്കാണ് ഇനി വരുന്നത്. നിവിൻ കേൾക്കുവാണെങ്കിൽ പ്ലീസ് നന്നായിട്ട് കളിക്കുമെന്ന് നിവിനോട് പറയുന്ന മാതിരി ലക്ഷ്മി പറയുകയാണ്. ലാലേട്ടൻ ചോദിക്കുന്നത് വീട്ടിലോട്ട് പോകണമെന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിലുള്ളവരെ കാണുന്നു. നിവിനോട് പറയുന്നു നിവിൻ നന്നായിട്ട് കളിക്കുമെന്ന് പറയുന്നു. അതേ കണക്ക് സാബുമോനോട് പറയുന്നു സാബു കുറച്ചുകൂടെയൊക്കെ റിയാക്ട് ചെയ്യുക. അക്ബർ ഓൾ ദ ബെസ്റ്റ്, ആര്യൻ ഡു വെൽ, നൂറ, ആദില, അനുമോൾ, ഷനാസിക്ക, അനീഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും താങ്ക് യു പറയുന്നു. ലക്ഷ്മിക്കും അതുപോലെ തന്നെ എല്ലാം നന്നായി വരട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ വിജയങ്ങളും സംഭവിക്കട്ടെ, സി യു എന്ന് പറയുന്നു. ലാലേട്ടനോട് യാത്ര പറഞ്ഞ് ലക്ഷ്മി നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഒരു കരച്ചിലുമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റ് വേണ്ടി ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.